നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. കേരളത്തിലെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി ആരംഭിച്ച സ്ത്രീ സുരക്ഷാ ക്ഷേമ പെൻഷൻ പദ്ധതിയുടെ ഏപ്രിൽ മാസത്തെ മൂന്നാം ഗഡു 1000 രൂപ വിതരണം. 31 ലക്ഷത്തോളം വരുന്ന അർഹരായ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന ഒരു പദ്ധതിയാണിത്. 2026 ഫെബ്രുവരി മാസം മുതലാണ് തുക വിതരണം ആരംഭിച്ചത്. 2 മാസത്തെ തുക ഇതിനോടകം തന്നെ വിതരണം ചെയ്തു. ഇനിയൊരു സർക്കാരിന്റെ അവസാന കാലഘട്ടമാണ്. ഒരു പക്ഷേ പുതിയ സർക്കാർ തുടർഭരണം ലഭിച്ചേക്കാം, അല്ലെങ്കിൽ പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നേക്കാം എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നിരവധി സംശയങ്ങൾ ആളുകൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇനി അടുത്ത മാസത്തെ ഗഡു വിതരണത്തെ സംബന്ധിച്ച്, അതോടൊപ്പം തന്നെ പുതിയ സർക്കാരാണ് വരുന്നതെങ്കിൽ ഈ ഒരു പദ്ധതി അവസാനിപ്പിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായി കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏപ്രിൽ മാസത്തെ തുക വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളാണ് വന്നിരിക്കുന്നത്. ഏപ്രിൽ 16-ാം തീയതിയോടുകൂടി വിതരണ നടപടികൾ ആരംഭിക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി, അതായത് DBT സംവിധാനം വഴി തുക വിതരണത്തിനായിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. 18 ലക്ഷത്തിലധികം പേർക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഒരു തുക ലഭിക്കും. അപേക്ഷ സമർപ്പിച്ചിട്ടും സാങ്കേതിക കാരണങ്ങളാൽ റിജക്റ്റ് ആയവർ ഒഴികെ ബാക്കി എല്ലാവർക്കും തന്നെ ഈ ആഴ്ചയോടുകൂടി തന്നെ തുക ലഭിക്കുന്നതാണ്. ഗുണഭോക്താക്കൾ ബാങ്ക് അക്കൗണ്ടുകൾ പ്രവർത്തനക്ഷമമാണെന്നും ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നും കൃത്യമായി ഉറപ്പുവരുത്തണം. ഇനി നിങ്ങളുടെ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ വീട്ടിലിരുന്ന് തന്നെ നിങ്ങളുടെ എല്ലാ വിശദമായിട്ടുള്ള വിവരങ്ങളും സ്മാർട്ട് ഫോൺ വഴി പരിശോധിക്കുവാൻ സാധിക്കും. പെൻഷനായി അപേക്ഷിച്ചവർക്ക് തങ്ങളുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് എന്താണെന്നും, തുക തടസ്സം വന്നിട്ടുണ്ടോ, ഇനി അടുത്ത ഗഡു ലഭിക്കുമോ, അപേക്ഷയിൽ എന്തെങ്കിലും അപാകതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ സാധിക്കും. ഇതിനായി അക്ഷയ കേന്ദ്രങ്ങളിൽ പോകേണ്ടതില്ല. സേവന പെൻഷൻ പോർട്ടലിൽ നിങ്ങൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ തിരച്ചിൽ എന്ന ഒരു സംവിധാനമുണ്ട്. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പെൻഷനർ ഐഡിയോ ആധാർ നമ്പറോ നൽകി വിവരങ്ങൾ അറിയാൻ സാധിക്കും. പ്രധാനമായും തുക തടസ്സം വരുന്നതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ടിലെ തെറ്റുകൾ, ആധാറിലെ തെറ്റായ വിവരങ്ങൾ, ആക്റ്റീവ് അല്ലാത്ത ബാങ്ക് അക്കൗണ്ടുകൾ, അതായത് KYC അപ്ഡേറ്റ് ചെയ്യാത്ത ബാങ്ക് അക്കൗണ്ടുകൾ, ആധാറിലെ വിലാസവുമായി ബന്ധപ്പെട്ടുള്ള തെറ്റായ കാര്യങ്ങൾ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് തുക മുടങ്ങാൻ സാധ്യതയുള്ളത്. അത്തരക്കാരുടെ വിവരങ്ങൾ നിങ്ങൾക്ക് സേവന സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. തുക തടസ്സം വന്നിട്ടുള്ള ആളുകൾ അതിലെ തെറ്റുകൾ തിരുത്തി നിങ്ങൾക്ക് റീസബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നീടുള്ള തുക തടസ്സം കൂടാതെ ലഭിക്കുകയും ചെയ്യും. മറ്റൊരു സംശയങ്ങൾ ആളുകൾ ഉന്നയിച്ചിട്ടുള്ളത്, ഇനി പുതിയ സർക്കാരാണ് വരുന്നതെങ്കിൽ ഈ ഒരു പദ്ധതി നിർത്തുമോ എന്നുള്ളൊരു കാര്യമാണ്. എന്നാൽ പുതിയ സർക്കാരാണ് വരുന്നതെങ്കിലും ഈ ഒരു പദ്ധതി നിർത്താൻ സാധിക്കില്ല. സർക്കാർ സർക്കുലറിലൂടെ, അതായത് ഒരു പ്രത്യേക ഉത്തരവിലൂടെയാണ് ഈ ഒരു ആനുകൂല്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാർ സഹായങ്ങൾ നിർത്തിയാൽ അത് തിരിച്ചടിയാവും. അത് പുതിയ സർക്കാരാണ് വരുന്നതെങ്കിലും സർക്കാർ നൽകുന്ന സഹായങ്ങൾ നിർത്തുക എന്ന് പറയുന്നത് ഏതൊരു സർക്കാരിനെ സംബന്ധിച്ചും ഒരു വലിയ ആക്ഷേപങ്ങൾക്ക് ഇടയാക്കും. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ തുക വർദ്ധിപ്പിച്ച് പേര് മാറ്റിയൊക്കെ, പേരിലോ അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തി പുതിയ രീതിയിൽ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള സർക്കാർ സഹായ പദ്ധതികൾ ഒരു കാരണവശാലും നിർത്തില്ല എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിന്റെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.